യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. ബൈബിളിൽ അനേക ക്വസ്റ്റ്യൻ മാർക്കുകൾ അതല്ലെങ്കിൽ ചോദ്യങ്ങളുണ്ട്. അതിൽ 2-3 ചോദ്യങ്ങൾ നാം ഒന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ആദ്യമായി ബൈബിളിൽ കാണപ്പെടുന്ന ഒരു ചോദ്യമാണ്, യഹോവയാകുന്ന ദൈവം തോട്ടത്തിലേക്ക് ഇറങ്ങി വന്ന് ആദാമിനോട് ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നീ എവിടെയെന്ന് ചോദിച്ചു. ഹല്ലേലൂയ. തിരുവചനത്തിൽ ചോദ്യങ്ങൾ അനേകമുണ്ട്, അനേക ഉത്തരങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. എന്നാൽ ഇവിടെ നമുക്കറിയാം, ഏദേൻ തോട്ടത്തിൽ ആദാമിനെയും ഹൗവയെയും കർത്താവ് ആക്കി വെച്ചു അല്ലേ. ആദാമിനെയും ഹൗവയെയും ആക്കുന്നതിന് മുമ്പേ അവർക്ക് വേണ്ടുന്നതെല്ലാം തോട്ടത്തിൽ കർത്താവ് ആക്കി വെച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ് ഇത്. തോട്ടത്തിനകത്ത് അവർക്ക് വേണ്ടുന്നതെല്ലാം കൊടുത്തിട്ട് തോട്ടത്തിന് നടുവുള്ള 2 വൃക്ഷങ്ങളെ കാണിച്ചിട്ട് പറഞ്ഞു, എന്തു ചെയ്തു? പറഞ്ഞു, നിങ്ങൾ ഇതിൽ നിന്നും ഫലങ്ങൾ കഴിക്കുവാൻ പാടില്ല, ബാക്കിയുള്ളതിൻ്റെ എല്ലാം ഫലങ്ങൾ നിങ്ങൾക്ക് കഴിക്കാം. എന്നാൽ ഇതിന്റെ പശ്ചാത്തലമാണ് നാം മനസ്സിലാക്കുന്നത്. എന്നാൽ സാത്താൻ, അതല്ലെങ്കിൽ വീണുപോയെന്ന് പറയപ്പെടുന്ന നാം അറിയുന്ന ദൂതൻ, അവൻ എന്ത് ചെയ്തു? പാമ്പിന്റെ രൂപത്തിൽ, പാമ്പ് എന്തായിരുന്നു? കൗശലക്കാരനായിരുന്നു. അവന്റെ രൂപത്തിൽ കടന്നു വന്ന് തോട്ടത്തിനകത്ത് കടന്നു വന്നു മനുഷ്യനെ പാപത്തിൽ തള്ളിയിട്ടു. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് നിഷ്പാപ യുഗത്തിൽ, അതല്ലെങ്കിൽ പാപമില്ലാത്ത യുഗത്തിൽ മനുഷ്യനെ ആക്കി വെച്ചതിന് ശേഷം മനുഷ്യൻ അബദ്ധത്തിൽ, അതല്ലെങ്കിൽ സാത്താന്റെ തന്ത്രത്തിനകത്തകപ്പെട്ട് പാപത്തിനകപ്പെട്ടു. അതിനുശേഷം യഹോവയാകുന്ന ദൈവത്തിന് അറിയാം മനുഷ്യനിപ്പോൾ എവിടെയാണ്? പാപത്തിലാണ്. അവൻ അകപ്പെട്ട് കഴിഞ്ഞു, അവന് പൊളിച്ചു നിൽക്കുകയാണ്. എങ്കിലും കർത്താവ് പതിവ് പോലെ തോട്ടത്തിനകത്ത് കടന്നു വന്നു. ഹല്ലേലൂയ. വന്നതിന് ശേഷം കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മനുഷ്യ നീ എവിടെ? ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ഉള്ളിൽ ഉദിക്കേണ്ടുന്നതായ ഒരു ചോദ്യമാണ്, നാം എവിടെയാണ്? പ്രൈസ് ദി ലോർഡ്. ആ എവിടെ എന്ന ചോദ്യത്തിനകത്ത് അനേക അർത്ഥങ്ങളുണ്ട് കേട്ടോ. കാരണം നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടല്ലേ, കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് കടന്നു വരാറുണ്ട്. അവർ വരാനൊന്ന് താമസിച്ചിരിക്കട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തുള്ള ഗ്രഹനാഥൻ ജോലി കഴിഞ്ഞു വരുവാൻ താമസിച്ചു. വരുന്നതിലും പതിവിന് സമയം കഴിഞ്ഞു, 1 മണിക്കൂറായി, 2 മണിക്കൂർ കഴിഞ്ഞു. നാം ഫോൺ ചെയ്ത് ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? അതിൻ്റെ അർത്ഥം എന്താണ്? വരേണ്ടുന്ന സമയം, അതല്ലെങ്കിൽ നിൽക്കേണ്ടുന്ന ഇടം ഇപ്പോൾ നിൽക്കുന്ന ഇടമല്ല. ഹല്ലേലൂയ. എവിടെയാണ് നിൽക്കേണ്ട? ജോലി കഴിഞ്ഞ് വീട്ടിലിരിക്കേണ്ട സമയമാണ്, ഇപ്പോഴും വീട്ടിലെത്തിയില്ല. അതുകൊണ്ടാണ് വീട്ടിൽ നിന്നൊരു ഫോൺ പോയത്. എന്താണ്? എവിടെയാണ് നിങ്ങൾ? അപ്പോ നിൽക്കുവാൻ പറ്റാത്ത, അതല്ലെങ്കിൽ ആ സമയത്ത് നിൽക്കേണ്ടുന്ന ഇടത്തല്ല ഇപ്പോൾ ആള് നിൽക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് ഇറങ്ങി വന്ന് ആ തോട്ടത്തിനകത്ത് നിന്നുകൊണ്ട് മനുഷ്യനോട് ചോദിക്കുകയാണ്, മനുഷ്യ നീ എവിടെയാണ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് ആ ചോദ്യം ഉദിക്കാറുണ്ടോ? നാം എവിടെയാണ് നിൽക്കുന്നത്? ഇന്ന് നാം എല്ലാവരും ചിന്തിക്കണം, ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? ഞാൻ എവിടെ നിൽക്കേണ്ടവനായിരുന്നു? ഹല്ലേലൂയ. നാം എവിടെ നിൽക്കേണ്ടവരായിരുന്നു? ഇപ്പോ നാം എവിടെ നിൽക്കുന്നു? അത് ഏറ്റവും പ്രാധാന്യമുള്ളൊരു ചോദ്യമാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്തുള്ള ആത്മീകപരമായ ജീവിതം, നാം എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്തുള്ള സാമ്പത്തികമായ ഭദ്രതകൾ, നാം എവിടെയാണ് നിൽക്കുന്നത്? നാം സ്വപ്നം കണ്ടത്, നാം പ്രതീക്ഷിച്ചത്, പ്രാർത്ഥിച്ചത്, കാത്തിരുന്നത് ഒക്കെ കൈകളിലെത്തിയിട്ടുണ്ടോ? അതിലുപരിയായി കർത്താവ് നമ്മോട് പറഞ്ഞ ദൂതുകൾ, അരുളപ്പാടുകൾ, അതെല്ലാം എവിടെ നിൽക്കുന്നു? ആ ചോദ്യം നാം ഇന്ന് ചോദിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് ആഗ്രഹിക്കുന്നതും നാം നമ്മെ തന്നെ ഒന്ന് തിരിഞ്ഞു ചിന്തിക്കുവാനാണ്. നാം ഇങ്ങനെ പോകുന്ന വഴിയേ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പരാജയപ്പെടുവാൻ വേറൊന്നും വേണ്ട. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തോട് ചേർന്ന്, യേശുവിനോട് ചേർന്ന് നാം പണിയപ്പെടണമെങ്കിൽ നാം വഴിമാറി യാത്ര ചെയ്യേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. അനേകരുടെ യാത്രകൾ നമുക്കറിയാം. പലരും യാത്ര ചെയ്ത് വഴിമാറിപ്പോയിട്ടുണ്ട്. വഴിമാറിപ്പോകുന്നതാണ് ഏറ്റവും പാപമെന്ന് തിരുവചനം പറയുന്നത്. നമുക്കറിയാം, പാപം എന്ന വാക്ക് നാം പല പ്രാവശ്യം കേട്ടിട്ടുണ്ടല്ലേ. പാപം പാപം പാപം. ആദ്യമായി പാപം എന്ന് കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. അവിടെ തന്നെ കർത്താവ് ചോദിക്കുക, പാപം നിന്റെ പടിവാതിൽക്കൽ കിടക്കുന്നു. അവിടെ പാപം എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം എന്തെന്നറിയോ? പാപം എന്ന് പറഞ്ഞാൽ ലക്ഷ്യം തെറ്റുക, വഴി തെറ്റുക. അതാണ് പാപം. നാം പറയാറുണ്ട്, ഞാൻ പാപിയല്ല,
ഞാൻ അങ്ങനത്തെ പാപം ചെയ്തില്ല, സിഗരറ്റ് വലിച്ചില്ല, മദ്യപിച്ചില്ല, അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല. എന്നാൽ കർത്താവ് നമ്മൾ ഉദ്ദേശിച്ചതായ ലക്ഷ്യം, നമ്മെ നിർത്തിയ ഇടം, നമ്മെ വെച്ചിരുന്ന സ്ഥാനം, അവിടെ നാം ഉണ്ടോ? ഹല്ലേലൂയ. നാം ചിന്തിക്കണം, അവിടെ നാം ഉണ്ടോ? അവിടെ നിൽക്കുന്നുവെങ്കിൽ നമ്മുടെ ലക്ഷ്യം ശരിയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ ഇല്ല എങ്കിൽ നമ്മോട് നാം ചോദിക്കണം, നീ എവിടെയാണ്? പ്രൈസ് ദി ലോർഡ്. ദൈവം മനുഷ്യനോട് ചോദിക്കുക, നീ എവിടെയാണ്? ഹല്ലേലൂയ. തോട്ടത്തിലാക്കി വെച്ച മനുഷ്യൻ, നല്ല രീതിയിൽ അവനെ പണിതെടുത്ത് തോട്ടത്തിനകത്ത് അധികാരത്തോടു കൂടാക്കി വെച്ച മനുഷ്യൻ, അവനിട്ട പേരുകളെല്ലാം മൃഗങ്ങൾക്ക് പേരായപ്പോഴോ കർത്താവ് ഇറങ്ങിയത് ചോദിക്കുക, നീ എവിടെയാണ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ ചോദ്യം നമ്മൾ പുതിയ നിയമത്തിലേക്ക് വന്നേ. ആദ്യത്തെ ചോദ്യം, പുതിയ നിയമത്തിന്റെ ആദ്യത്തെ ചോദ്യം, മത്തായി സുവിശേഷം 2-ാം അധ്യായം 1-ാമത്തെ വേദഭാഗം, 2-ാമത്തെ വേദഭാഗം. അവിടെ ചോദിക്കുകയാണ്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഹല്ലേലൂയ. പഴയ നിയമത്തിലെ ആദ്യത്തെ ചോദ്യം എന്തെന്നറിയോ? ദൈവം ഇറങ്ങി വന്ന് മനുഷ്യനെ അന്വേഷിക്കുക, മനുഷ്യ നീ എവിടെയെന്ന്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നേരെ തിരിച്ചു ചോദിക്കുക, മനുഷ്യൻ അന്വേഷിക്കുക, ദൈവം എവിടെയാണ്? ഹല്ലേലൂയ. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ ബത്ലഹേമിലുണ്ടെന്നും അവിടെ നക്ഷത്രങ്ങളെ കണ്ടാണ് ഞങ്ങൾ പുറപ്പെട്ടതെന്ന് വന്ന് 3 പേർ കടന്നു വന്ന് ചോദിക്കുക രാജകൊട്ടാരത്തിൽ, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മെ അന്വേഷിച്ച ഒരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, കർത്താവിനെ അന്വേഷിക്കേണ്ട സമയത്ത്, അതല്ലെങ്കിൽ അവൻ അടുത്തിരിക്കുമ്പോൾ അവൻ അന്വേഷിക്കണം. പ്രൈസ് ദി ലോർഡ്. അവനെ മുറുകെ പിടിക്കണം, അവനിൽ നിന്ന് പ്രാപിക്കണം. അവൻ അകന്നു പോയതിനു ശേഷം, കർത്താവ് ദൂരത്തായതിനു ശേഷം നാം തട്ടി നടക്കുക, അന്വേഷിച്ച് നടക്കുക, ഓരോ വാതിലുകളും മുട്ടയാ. ദൈവം എവിടെ? എന്റെ വിഷയത്തിന് ദൈവം എവിടെ? എന്റെ പ്രശ്നത്തിന് ദൈവം എവിടെ? ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി എവിടെ? കർത്താവ് നമ്മോട് ചോദിക്കുന്നു. ഞാൻ അടുത്തിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു, നിന്റെ ഹൃദയത്തിനകത്ത് തട്ടിക്കൊണ്ടിരുന്ന സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ വാതിൽ തുറന്നോ? ഹല്ലേലൂയ. ആ സമയത്ത് കർത്താവിന് വേണ്ടി നമ്മെ തന്നെ നാം സമർപ്പിച്ചു കൊടുത്തുവോ? ഹല്ലേലൂയ. അത് നാം ചിന്തിക്കണം. അങ്ങനെയാകുന്നുവെങ്കിൽ നാം വിളിക്കുന്ന ഇടത്ത് ഇറങ്ങി വരുന്ന ഒരു കർത്താവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ആകുന്നുവെങ്കിൽ നമ്മുടെ ശബ്ദങ്ങളെ കേട്ട് നമ്മുടെ പ്രശ്നത്തിന് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു കർത്താവുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നാം കേട്ടത്, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ ബലവാന്റെ സൈന്യത്തെയോ രഥത്തെയോ നോക്കി നാം ഭയപ്പെടുകയല്ല ചെയ്യേണ്ടത്. ബലഹീനനായ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. അതിനൊരേ ഒരു കാര്യം, നാം കർത്താവ് ആക്കി വെച്ച ഇടത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തൊരു ചോദ്യം നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 9-ാമത്തെ വേദഭാഗം. പിന്നെ യഹോവ കയീനോട് അവിടെ ചോദിക്കുക, നിന്റെ അനുജനായ ഹാബേൽ എവിടെ? പ്രൈസ് ദി ലോർഡ്. 3-ാം അധ്യായത്തിൽ നമുക്കറിയാം, അവിടെ കർത്താവ് ചോദിക്കുന്നു, എന്താണ്? മനുഷ്യൻ എവിടെ? വീണ്ടും കർത്താവ് ഹാബേലിനോട് ചോദിക്കുകയാണ്, കയീനോട് ചോദിക്കുകയാണ്, നിന്റെ അനുജനായ ഹാബേൽ എവിടെ? പ്രൈസ് ദി ലോർഡ്. അവിടെ അതേ അർത്ഥമാ. ഹാബേൽ ഇരിക്കേണ്ടുന്ന സ്ഥലത്ത് ഇപ്പോ ഹാബേൽ ഇല്ല. കയീനെ ഹാബേൽ എവിടെ? അവിടെ തന്നെ കയീൻ മറുപടി പറയുന്നു. താഴോട്ട് വായിക്കാം. ഞാൻ അറിയുന്നില്ല, ഞാൻ എന്റെ അനുജന്റെ കാവൽക്കാരനോ. നോക്കിയേ, കയീന് വളരെ വ്യക്തമായി അറിയാം, ഹാബേലിന്റെ കാവൽക്കാരനാണ് ആര്? കയീൻ. പ്രൈസ് ദി ലോർഡ്. അനുജന്റെ കാവൽക്കാരനാ ജ്യേഷ്ഠൻ. ഹല്ലേലൂയ. അനുജന്റെ കാവൽക്കാരനായിരുന്ന ജ്യേഷ്ഠൻ ഇപ്പൊ എന്തായി? കാവൽക്കാരനായിരുന്നവൻ ഘാതകനായി, അതല്ലെങ്കിൽ കൊലപാതകനായി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നോക്കിയേ, നമ്മുടെ ലോകത്തിൽ നടക്കുന്നത് അതല്ലേ? കാവൽക്കാരായിരിക്കേണ്ടവർ, സംരക്ഷകരായിരിക്കേണ്ടവർ, കാത്തു നടത്തേണ്ടവർ, താങ്ങേണ്ടവർ ഇപ്പൊ എവിടെയായിരിക്കുന്നു? കൊലപാതകരായിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പാദപീഠത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്നതെന്നറിയോ? നമ്മെ ഒരു മൂസ്ത ജ്യേഷ്ഠനായി, അതല്ലെങ്കിൽ ഒരു മുതിർന്നവനായി നമ്മെ തമ്പുരാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ അനുജന്മാരെ, അനുജത്തിമാരുടെ കാവൽക്കാരാ നാം. ഹല്ലേലൂയ. നമ്മെ ദേശത്തിനകത്താക്കിയിരിക്കുന്നു അല്ലേ കർത്താവ്? അതുകൊണ്ടാണ് കർത്താവ് ചോദിച്ചത്, നീ കാവൽക്കാരനാ, ദേശത്തിന്റെ കാവൽക്കാരൻ. രാത്രി എന്തായി?
ഹല്ലേലൂയ. നമ്മെ കാവൽക്കാരാക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നാം പറയാറുണ്ട്, എനിക്ക് 5 വർഷത്തെ പാരമ്പര്യമുണ്ട്, ഞാൻ അങ്ങ് എൻ്റെ അപ്പനപ്പൂപ്പന്മാരുടെ കാലം മുതൽ പെന്തക്കോസ്ത് വിശ്വാസിയാ. നാം കാവൽക്കാരാണോ? ഹല്ലേലൂയ. അതിനുശേഷം ക്രിസ്തു യേശുവിനെ കണ്ടുമുട്ടിയവരെ നല്ല വഴിയിൽ നടത്തുവാൻ നാം തയ്യാറായിട്ടുണ്ടോ? ഹല്ലേലൂയ. അവർക്ക് നാം കാവൽക്കാരായിരുന്നിട്ടുണ്ടോ? അവരുടെ ബലഹീനതയിൽ നാം താങ്ങിയിട്ടുണ്ടോ? അവരുടെ കഷ്ടതകളിൽ നാം ചെന്ന് കണ്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. നമ്മെ കാവൽക്കാരാക്കിയാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നാം ആരാണ്? മൂത്ത ജ്യേഷ്ഠന്മാരാണ്. അനുജന്മാർക്ക് നാം ആരാ? കാവൽക്കാരാണ്. മാതൃകയുള്ള കാവൽക്കാർ. നമുക്കറിയാം, പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഒരു ജ്യേഷ്ഠനെ പറ്റി കാണാൻ പറ്റും. ഇളയകുമാരനെ പറ്റി നമുക്കറിയാം അല്ലേ? മുടിയനായ പുത്രനെ നാം ഓമന പേരിട്ട് വിളിക്കുന്ന ഭവനം. അതിനകത്തും ഇളയ മകന്റെ മടങ്ങി വരവിൽ ജ്യേഷ്ഠന് സ്നേഹമൊന്നുമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാം എത്ര പേരാണ് മടങ്ങി വരവിൽ സന്തോഷിക്കുന്ന സഹോദരങ്ങളാകുന്നു? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നാം പുറത്തിരിക്കുന്നവരോടല്ല സംസാരിക്കുന്നത്, നാം ഇതിനകത്തിരിക്കുന്ന നമ്മൾ ചിന്തിക്കണം നമ്മുടെ കാര്യങ്ങളെ. ഹല്ലേലൂയ. നാം പറയാറുണ്ട്, ഒരു മദ്യപാനി മദ്യപിച്ച് റോഡിൽ കിടന്നാൽ ആർക്കും പ്രശ്നമില്ല. അവൻ മാനസാന്തരപ്പെട്ട് ആരാധിക്കാൻ പോകുമ്പോൾ കവലയിലിരിക്കുന്നവൻ, അതല്ലെങ്കിൽ വഴിവക്കലിരിക്കുന്നവൻ അവനെ കളിയാക്കും. നമ്മിൽ എത്ര പേർ അവരെ സ്വീകരിക്കാറുണ്ട്? ഹല്ലേലൂയ. നാം വഴിയിലിരിക്കുന്ന ആളെ വിടാം. ഇന്നലെ വരെ പാപത്തിന്റെ ചേറ്റുകുഴിയിൽ കിടന്ന ഒരു വ്യക്തി, അവൻ യേശുവിന്റെ സ്നേഹത്തെ അറിഞ്ഞു നമ്മുടെ പായിര് അടുത്ത് വന്നിരുന്ന അവൻ കരങ്ങളടിച്ച് ആരാധിക്കുമ്പോൾ നാം എത്ര പേർ സ്വീകരിക്കാറുണ്ട്? നാം മൂത്ത ജ്യേഷ്ഠന്മാരാണ്, മൂത്ത സഹോദരങ്ങളാണ്. നാം അനുജന്മാരെ ചേർത്ത് കൊണ്ടുപോകേണ്ടവരാണ്. ഹല്ലേലൂയ. ഇന്നലകളിൽ ക്രിസ്തു യേശുവിനെ കണ്ടുമുട്ടിയവരെ ചേർത്ത് നടത്തേണ്ടവരാണ്. നാം എവിടെയാകുന്നു? നമ്മുടെ ജീവിതം എവിടെയാകുന്നു? ഹല്ലേലൂയ. നാമും ചിന്തിക്കണോ, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മെ ആക്കി വെച്ച ഒരു സ്ഥാനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മെ കർത്താവ് കണ്ടത് മൂത്ത ജ്യേഷ്ഠന്മാരായിട്ടാണ്. മൂത്ത ജ്യേഷ്ഠന് ഉത്തരവാദിത്വമുണ്ട്. നാം ഇളയ സഹോദരങ്ങളുടെ കാവൽക്കാരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവനൊന്ന് കാൽ വഴുതിയാൽ അവനെ തള്ളിയിടുകയല്ല ചെയ്യേണ്ടത്, കരം കൊടുത്ത് താങ്ങി നിർത്തി അവനെ വീണ്ടും മുന്നോട്ട് പോകുവാൻ പ്രേരിപ്പിക്കുന്നവരാകണം. അവിടെയാണ് കർത്താവ് നമ്മെ ആക്കി വെച്ചിരിക്കുന്ന ഇടം പൂർണ്ണമാകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞത് അവരെ സാമ്പത്തികമായി സഹായിക്കണമെന്നോ അതല്ലെങ്കിൽ അവരെ ഭവനത്തിനകത്ത് എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്നല്ല. ക്ഷീണിച്ചു പോകുമ്പോൾ, വിശ്വാസത്തിൽ പതറിപ്പോകുമ്പോൾ, അനേക വിഷയങ്ങളുടെ മധ്യേ ആയിരിക്കാം അവർ യേശുവിനെ കണ്ടത്. അവർ പിന്നോട്ട് പോകുന്നെന്ന് തോന്നുമ്പോൾ, മറുപടി ലഭിക്കുന്നില്ലെന്ന് തോന്നുമ്പോൾ, നാം അവരെ കണ്ടെത്തി അവർക്ക് വിശ്വാസത്തിന്റെ വാചകങ്ങളെ ചൊല്ലിക്കൊടുക്കുവാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. അവരെ നേർവഴിയിൽ നിൽക്കുവാനുള്ള ഉറപ്പ് കൊടുക്കണോ? യേശു കർത്താവിന്റെ വചനത്തിൽ അവരെ നിലനിർത്തുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. അവിടെയാ കർത്താവ് നമ്മെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനമുള്ളത്. ഹല്ലേലൂയ. അതുപോലെ തിരുവചനം നമുക്ക് കാണാൻ കഴിയുന്നു. അടുത്തൊരു ചോദ്യമാണ്, സെരുബാബേലിന് മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ ആർ? ഹല്ലേലൂയ. അടുത്തൊരു ചോദ്യം, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതങ്ങളെ ഉടയ്ക്കുന്ന കർത്താവ് നമ്മോട് കൂടിയുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാം സ്വസ്ഥാനത്താണെങ്കിൽ, നമ്മെ ആക്കി വെച്ചിരിക്കുന്ന ഇടത്താണെങ്കിൽ, നാം ഒരു മൂത്ത ജ്യേഷ്ഠനായി മുന്നേറുന്നുവെങ്കിൽ, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതങ്ങളെ നോക്കി പരാജയപ്പെട്ടു പോകല്ല ചെയ്യുന്നത്, അത് സമഭൂമിയായി മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രശ്നങ്ങളെ കണ്ട് പിന്നോട്ട് പോവുകയല്ല ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതത്തിനുള്ള കഷ്ടതകളുടെ മുമ്പിൽ, നമ്മുടെ ജീവിതത്തിലെ മുമ്പിൽ നിൽക്കുന്ന പർവ്വത സമാനമായ വിഷയങ്ങളുടെ മുമ്പിൽ കർത്താവ് ഇറങ്ങി വരാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ വാക്ക് കൽപ്പിക്കാൻ പോകുകയോ, അത് സമഭൂമിയായി മാറാൻ പോകുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് അനേക പ്രതികൂലങ്ങൾ ഉണ്ടാകാം, അനേക പ്രശ്നങ്ങൾ ഉണ്ടാകാം. അത് നോക്കി പിന്മാറിപ്പോകുന്നവരായിട്ടല്ല, ആ പ്രശ്നങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യമായൊരു കർത്താവുണ്ട്. ഹല്ലേലൂയ. വിഷയങ്ങൾ എത്ര തന്നെ വലുതായിക്കോട്ടെ, എത്ര തന്നെ പ്രബലമായി വളർന്നോട്ടെ, നാം അതിന് മുമ്പിൽ പരാജയപ്പെട്ടു പോകുവാനല്ല. കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. സെരുബാബേലിന് മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ ആർ? ഹല്ലേലൂയ. ചിലപ്പോൾ ആ പർവ്വതത്തിന് ചില വിഷയങ്ങളുണ്ടാകാം, ചില ദർശനങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ ചില കാഴ്ചപ്പാടുകളുണ്ട്. എന്നറിയോ, ആ വിഷയം പറയോ, ഞാനൊരു പർവ്വതമാണ്, എന്നെ ഇതിൽ നിന്ന് എടുത്തു മാറ്റുവാൻ കഴിയത്തില്ല. ഞാനൊരു വലിയ വിഷയമാണ്, എന്നെ മാറ്റുവാൻ ഒരുവനും കഴിയത്തില്ല. എന്നാൽ കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ, ഹല്ലേലൂയ, അവൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ
വിശ്വാസത്തോടുകൂടെ നാം ഒരു വാക്ക് കൽപ്പിച്ചാൽ പർവ്വതങ്ങൾ അത് സമുദ്രത്തിനകത്ത് പോകാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പർവ്വത സമാനമായ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നോ അത് മാറിപ്പോകാൻ പോകുകയാണ്. ഒരു കാര്യം ഉറപ്പോടെ വിശ്വസിക്കണോ, നാം ഒന്ന് ചിന്തിക്കണം, കർത്താവേ നീ എന്നെ ആക്കിയ സ്ഥലത്ത് ഞാനുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഇടത്ത് ഞാനുണ്ടോ? ഞാനൊരു മൂത്ത ജ്യേഷ്ഠ സഹോദരനാണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളുടെ മുമ്പിൽ കർത്താവ് ഇറങ്ങി വരാൻ പോകുകയാണ്. നമ്മുടെ വിഷയങ്ങളുടെ മേൽ കർത്താവ് ഇറങ്ങി വന്ന് നമുക്ക് മറുപടി തന്ന് മാനിക്കുക തന്നെ ചെയ്യോ. ഈ വചനങ്ങളോ ദൈവം നമ്മ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രീസ് ഗോഡ്.